ഹലോ എവരി വൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IVF എംബ്രിയോ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയാണ്, അതോ നെഗറ്റീവായിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയാണ്, വാർണിംഗ് സിംറ്റംസ് ഏതൊക്കെയാണ്, നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണേണ്ടതായിട്ടുള്ള ഘട്ടം എപ്പോഴാണ്. ഇനിയിപ്പോൾ ചിലർക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ വീഡിയോ ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IVF ചികിത്സയുടെ അവസാന ഘട്ടമാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. എന്നിരുന്നാലും ഇതാണ് നമ്മുടെ ഈ പ്രൊസീജിയറിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംബ്രിയോ ട്രാൻസ്ഫറിനിടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നമ്മൾ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കത്തില്ല, അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ബ്ലീഡിങ് തന്നെ ഉണ്ടായേക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ട് യൂഷ്വലി ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ വയറിൽ ചെറിയ ക്രാംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ ബാക്ക് പെയിൻ ചെറുതായിട്ട് ഉണ്ടാകും, കാലുവേദന ഉണ്ടാകും. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇതൊക്കെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതായത് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആണ് നമുക്ക് തരുന്നത്. മെയിനായിട്ട് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രൊജസ്ട്രോണിൻ്റെ എന്താ പറയുക, അമിതമായിട്ടുള്ള ഉപയോഗം, അതായത് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതും പോലെ നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോൺ അളവ് കൂടുന്നത് മൂലമാണ് ഇങ്ങനെ ക്രാംസ് ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ വയർ വന്ന് വീർത്തതുപോലെ, നന്നായിട്ട് വീർത്തതുപോലെ, പക്ഷേ ഒന്നും ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ നമ്മൾ വജൈനൽ പ്രൊജസ്ട്രോൺ വെക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുന്ന മൂലം ചിലപ്പോൾ ഒരു വൈറ്റ് ഡിസ്ചാർജ് ചിലപ്പം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതും നോർമൽ പാർട്ട് തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇംപ്ലാന്റേഷൻ്റെ സിംറ്റംസ് ആയിട്ടും തന്നെ വരാം. പക്ഷേ നമുക്ക് അത് ആ സമയത്ത് ഇംപ്ലാന്റേഷൻ ആണോ അതോ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള സിംറ്റംസ് ആണോ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. അതായത് ഫൈനലി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതെല്ലാം ഒരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇതെല്ലാം തന്നെ ഇംപ്ലാന്റേഷൻ സിംറ്റംസും ആണ്. പക്ഷേ ഇത് നിങ്ങൾ അത്ര ഇതുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെഡിസിൻ്റെ ഒറ്റ ഡോസ് പോലും മിസ്സാക്കരുത്. അങ്ങനെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്പോട്ടിങ് ഒന്നും അല്ല, മെഡിസിൻ എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മെൻസ്ട്രൽ ബ്ലീഡിങ് നമ്മളെല്ലാം യൂസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നോർമലി സ്പോട്ടിങ് അല്ല, അതിനെല്ലാം കുറച്ച് കൂടുതൽ ബ്ലീഡിങ് ഉണ്ട്, പാഡ് വയ്ക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നോർമലി ഉള്ള വയറുവേദന അതെല്ലാം തന്നെ സ്വാഭാവികമാണ്. ചില ആൾക്കാർക്ക് പക്ഷേ ഹെവി ആയിട്ടുള്ള ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അപ്പോഴും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ സാധാരണ ചെറിയ പെയിനൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആകാതിരിക്കുക. അതായത് പോസിറ്റീവ് ആയിരിക്കുന്ന പ്രതീക്ഷയോടെ ഇരിക്കുക, ഓവർ ടെൻഷൻ ആകാതിരിക്കുക, നന്നായിട്ട് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, മരുന്നുകളെല്ലാം കഴിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ ഓവർ ടെൻഷൻ ആകാതിരിക്കുക. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഇവർക്ക് ഒരു സിംറ്റംസും ഉണ്ടാകത്തില്ല, പക്ഷേ അവർക്ക് പോസിറ്റീവ്, അപ്പോൾ സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് ആണോ എന്ന് ഭയങ്കരമായ ടെൻഷനുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ അവർക്ക് ചില ആൾക്കാർക്ക് ഒരു സിംറ്റംസും ഉണ്ടാകില്ല, പക്ഷേ പോസിറ്റീവായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ഒരു കുട്ടിക്ക് ഒരു സിംറ്റംസും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരി ഡെലിവറി കഴിഞ്ഞു. 2 ടിൻ ബേബീസിനെയാണ് കിട്ടിയിരിക്കുന്നത്. ടിൻസ് ആയിരുന്നിട്ട് കൂടിയും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ സ്റ്റേജസിൽ പുള്ളിക്കാരത്തേക്ക് യാതൊരു സിംറ്റംസും ഉണ്ടായില്ല, വയറുവേദന ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പുള്ളിക്കാരിക്ക് ടിൻ ബേബീസിന് ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിംറ്റംസ് ഉള്ളതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാർക്ക് ബീറ്റ-HCG ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടണം, എന്നിട്ട് പോലും സിംറ്റംസ് കാണിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിംറ്റംസ് കണ്ടു കൊടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ
നിങ്ങൾ സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കാതിരിക്കുക. എങ്ങനെ തന്നെ ആയാലും നമ്മളൊരു ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി തന്നെ കാത്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ റിസൾട്ടും പോസിറ്റീവ് ആവുള്ളൂ. നമ്മൾ ഓവർ ടെൻഷനായിട്ട് നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നന്നായിട്ട് വരത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മളൊരു വിഷമം പിടിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ഫുൾ ടൈം നേരം ബെഡ് റെസ്റ്റ് നല്ല കിടന്നുറങ്ങാതെ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ പെൽവിക് ഫ്ലോയിലേക്കുള്ള ഏരിയയ്ക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ നന്നായിട്ട് കൂടുന്നത്. മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുക, ഡോക്ടർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളിട്ട്, നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആർക്കാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.